നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ പറയുന്ന നല്ലൊരു കഥയിലേക്ക് എന്റെ നല്ലവരായ എല്ലാ മിത്രങ്ങളെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കഥ ആരംഭിക്കാം. എന്റെ പേര് ലത്തീഫ്. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്നു. രാവിലെ ഉമ്മായുടെ ബഹളം കേട്ടാണ് ഞാൻ ഉണർന്നത്. നേരം വെളുത്തതേയുള്ളൂ. ഈ തള്ളക്കിത് എന്തോത്തിന്റെ സോക്കേടാ. പിറുപിറുത്തുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. എന്നെ കണ്ടതും ഉമ്മ എന്റെ നേരെ അങ്ങ് തുടങ്ങി. ലാ, ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞതല്ലേ ഇന്ന് നേരത്തെ എഴുന്നേൽക്കണമെന്ന്. കല്യാണത്തിന് പോന്ന കാര്യം നീ മറന്നുപോയോ? അതെങ്ങനാ? എന്റെ കുടുംബക്കാരുടെ ആരുടെയെങ്കിലും കല്യാണത്തിന് പോകണമെന്ന് പറയുമ്പോ നിനക്ക് വല്ലാത്ത മടിയാണല്ലോ. ഉമ്മ അതിന് നേരം വെളുത്തതല്ലേ ഉള്ളൂ. അതിന് ഉമ്മ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്ന എന്തിനാ? നേരം വെളുത്തതേ ഉള്ളോ? ഇപ്പൊ സമയം എത്രയെന്ന് നോക്കിയേ നീ? ഞാൻ പതിയെ ക്ലോക്കിലേക്ക് നോക്കി. ചുമ്മാതല്ല ഉമ്മ കിടന്ന് ബഹളം വെച്ചത്. 9 മണി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഉമ്മായി നോക്കി ഒരു വളിച്ച ചിരിയിരിച്ചുകൊണ്ട് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു. കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി വന്നപ്പോഴേക്കും ഉമ്മായും റെഡിയായി നിൽപ്പുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കല്യാണ വീട്ടിലേക്ക് എന്റെ ബൈക്കിൽ പുറപ്പെട്ടു. ഒരു 2 കിലോമീറ്റർ അപ്പുറമായിരുന്നു കല്യാണ വീട്. പെട്ടെന്ന് തന്നെ അവിടെ എത്തി. വീട്ടിൽ ഞാനും ഉമ്മായും മാത്രമേ ഉള്ളൂ. ബാപ്പ ദുബായിലാണ്. കല്യാണത്തിന് ഒരുപാട് പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളോട് വിശേഷങ്ങളൊക്കെ തിരക്കി. ഉമ്മായുടെ ബന്ധുക്കളെയൊക്കെ കണ്ട സന്തോഷത്തിൽ അവരുമായി കത്തി അടിച്ചുകൊണ്ടിരുന്നു. ഞാൻ പതുക്കെ പന്തലിൽ ഒരു കസേരയിൽ വന്നിരുന്നു. കുട്ടികളെല്ലാവരും അവിടെയൊക്കെ കിടന്ന് ഓടിക്കളിക്കുന്നു. അപ്പോഴാണ് ഒരു കുയിൽനാദം കേട്ടത്. ഡീ, നീ അവിടെ നിന്ന് കളിക്കുവാണോ? ഞാൻ തലതിരിച്ച് അങ്ങോട്ടേക്ക് നോക്കി. ഊഫ്, ഒരു കിടിലൻ സാധനം. അവരെ കണ്ടതും ആ കൊച്ചുകുട്ടി ഞാനിരുന്ന കസേരയുടെ പിന്നിൽ ഒളിച്ചു. അവളെ പിടിച്ചോണെ വിടല്ലേ ലത്തീഫേ, അവൾ പറഞ്ഞു. ഇവർക്കെങ്ങനെ എന്റെ പേരറിയാം? ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത് തന്നെ, ഞാൻ ചിന്തിച്ചു. കുറച്ചു നേരത്തെ ചിന്തകൾക്കൊടുവിൽ ഞാൻ എന്റെ കസേരയുടെ പുറകിൽ പാത്തിരുന്ന കുട്ടിയുടെ കയ്യിൽ പിടിച്ച് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ ആ കൊച്ചുകുട്ടി എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ചിരി കാണാനൊന്നും എനിക്ക് കണ്ണില്ലായിരുന്നു. എന്റെ കണ്ണ് ആ കുട്ടിയുടെ ഉമ്മായുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയിരുന്നു. അവർ ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് നടന്നുപോയി. പക്ഷെ ഇവരാരാണ്? ഇവർക്ക് എന്നെ എങ്ങനെ അറിയാം? എനിക്കറിയില്ല. അവരെ കണ്ടപ്പോൾ എന്തോ അവരോടൊരു അട്രാക്ഷൻ പോലെ. കല്യാണ വീട്ടിൽ ബഹളത്തിനൊന്നും യാതൊരു കുറവുമില്ലായിരുന്നു. പക്ഷെ ആ ബഹളത്തിനിടയിലും എന്റെ മനസ്സ് നേരത്തെ കണ്ട ആ മാദകത്തിടമ്പിലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മ എന്റെ അടുത്തേക്ക് വന്നു. മോനിവിടെ ഇരിക്കുവാണോടാ? വാ, അകത്തേക്ക് കയറി വാ. നിന്നെ അവിടെ എല്ലാവരും അന്വേഷിക്കുന്നു. വാ, എഴുന്നേറ്റ് വാ. ഞാൻ അകത്തേക്ക് പോകാനായിട്ട് എഴുന്നേറ്റു. ഉമ്മയുടെ കൂടെ പന്തലിൽ നിന്നും ഞാൻ വീടിന്റെ അകത്തേക്ക് കയറി. ഉമ്മ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തോടെ ഞാൻ എല്ലാവരെയും നോക്കി ചിരിച്ചു. എല്ലാവരും എന്നെ പരിചയപ്പെട്ടു. എന്റെ വിശേഷങ്ങളൊക്കെ തിരക്കി. ആ പരിചയപ്പെട്ട കൂട്ടത്തിൽ നേരത്തെ കണ്ട ആ സൗന്ദര്യധാമം നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവളെ നോക്കി അടുത്തു നിന്ന ഒരു ഉമ്മുമ്മ ചോദിച്ചു, മോളെ, നീ അവനെ അറിയുമോ? അറിയുമ്മുമ്മ. അവന്റെ ഉമ്മ എന്നെ നേരത്തെ അവനെ പരിചയപ്പെടുത്തിയിരുന്നു. അതും പറഞ്ഞ് ആ സൗന്ദര്യധാമം എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ തിരിച്ചും ചിരിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ പോയി. പിന്നെ ആ മുറിയിൽ ഞാനും ആ സുന്ദരിയും മാത്രമായി. അവരെ കണ്ട നിമിഷം മുതൽ തുടങ്ങിയതാണ് എന്റെ ആ ഒരു തരിതരിപ്പ്. അല്പനേരത്തെ മൗനത്തിന് ശേഷം അവർ ചോദിച്ചു, ലത്തീഫ് എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്നെ പരിചയമില്ലാത്തത് കൊണ്ടാണോ? അതും പറഞ്ഞ് അവർ അവരെ സ്വയം പരിചയപ്പെടുത്തി. നിനക്കെന്നെ മനസ്സിലായോ? ഇല്ലിത്താ, എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. എനിക്കിവിടെ 1-2 പേരേ അറിയത്തുള്ളൂ, ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഇങ്ങോട്ടൊന്നും വലുതായിട്ട് വന്നിട്ടില്ലല്ലോ ഇത്താ ചിരിച്ചു. അപ്പോഴാണ് ഉമ്മ അങ്ങോട്ടേക്ക് വന്നത്. നാദറ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? അതും പറഞ്ഞുകൊണ്ടാണ് ഉമ്മ അങ്ങോട്ടേക്ക് വന്നത്. അത് ശരി. അപ്പോൾ നാദറ എന്നാണ് പേര്, ഞാൻ ചോദിച്ചു. മോളുടെ പേരെന്തുവാ? അതും ചോദിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ. തുമ്പിയെന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്, നാദറ പറഞ്ഞു. നല്ല അടിപൊളി പേരാണല്ലോ. ഞാൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അങ്കിളിന്റെ പേരെന്താ? തുമ്പി ചോദിച്ചു. ലത്തീഫ്, ഞാൻ പറഞ്ഞുകൊണ്ട് നാദറ എന്ന് നോക്കി. നാദറ ചിരിച്ചുകൊണ്ട് എന്നെ ഒന്ന് നോക്കി. മോള് പരിചയപ്പെട്ടോ? അതും പറഞ്ഞ് ഉമ്മ തുമ്പിയെ പൊക്കിയെടുത്തു. അവൾ ചിരിച്ചുകൊണ്ട് ഉമ്മയുടെ തോളിലേക്ക് ചാഞ്ഞു. നിനക്ക് ഇവരെയൊക്കെ മനസ്സിലായോടാ ലത്തീഫേ? ഉമ്മ എന്നോട് ചോദിച്ചു. അതെങ്ങനാ മാമി? ഇവൻ ഇങ്ങോട്ടൊക്കെ വന്നാലല്ലേ എല്ലാവരെയും അറിയാൻ പറ്റൂ. ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ലല്ലോ, ഇത്താ പറഞ്ഞു. ശരിയാടി മോളെ, ഞാൻ എപ്പോഴും പറയും ഇങ്ങോട്ടൊക്കെ വരാൻ. അവന് നാണമാ.
ഓ പിന്നെ എന്തോത്തിനാ നാണിക്കുന്നേ? നാദിറ പറഞ്ഞു ചിരിച്ചു. ഇനി അവൻ വല്ലപ്പോഴൊക്കെ വരും മാമി. അതും പറഞ്ഞുകൊണ്ട് നാദിറാത്ത എന്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. എന്റെ കണ്ണുകളും നാദിറാത്തയുടെ കണ്ണുകളും എന്തിനോ വേണ്ടി ദാഹിച്ചു. ഇത്തായുടെ കണ്ണുകളിൽ എന്തോ ഒരു തിളക്കം എനിക്ക് തോന്നി. ഇത്തായിക്ക് എന്നെ മനസ്സിലങ്ങ് പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ സിഗ്നലാണോ അതോ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർ തമ്മിൽ കണ്ടുമുട്ടിയതിന്റെ പ്രതിഫലനമാണോ എന്നറിയാതെ ഞാൻ അങ്ങനെ ഇത്തായുടെ സൗന്ദര്യം ആസ്വദിച്ചങ്ങനെ നിന്നുപോയി. മോളെ എന്ന ഉമ്മായുടെ വിളിയായിരുന്നു ഞങ്ങളുടെ ആ നിൽപ്പിന് തടസ്സമായി വന്നു ചേർന്നത്. എടാ, നീ അറിയത്തില്ലയോ, ഇത് നമ്മുടെ ഷാഹുലിന്റെ മോൻ അജീബിന്റെ കെട്ടിയോളും കുഞ്ഞുവാ. അതും പറഞ്ഞ് ഉമ്മ എന്നോട് ഇത്തായെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി. ഉമ്മായുടെ കൊച്ചാപ്പായുടെ മകന്റെ മകനായിരുന്നു അജീബിക്ക. അവരെ എനിക്ക് നേരത്തെ അറിയാം. അവർ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ജോലിയൊന്നും ആകാതെ നാട്ടിൽ കറങ്ങി നടക്കുന്ന സമയത്ത് എന്റെ ബാപ്പായുടെ കമ്പനിയിൽ ഒരു വേക്കൻസി വന്നപ്പോഴാണ് ബാപ്പ ഇക്കായെ ദുബായിലേക്ക് കൊണ്ടുപോയത്. ദുബായിൽ പോയി നല്ല ജോലിയൊക്കെ ആയി അവർ സുഖമായി അങ്ങനെ ജീവിക്കുന്നു. അതിന്റെ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ അവർക്ക് ബാപ്പായോടും ഞങ്ങളോടും ഒക്കെ ഉണ്ട്. അജീബിക്ക നാട്ടിൽ വരുമ്പോഴൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്, ബാപ്പ കൊടുത്തുവിടുന്ന സാധനങ്ങളുമായിട്ട്. അതുപോലെ ദുബായിലേക്ക് തിരിച്ചു പോകുമ്പോൾ ബാപ്പായ്ക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ അത് മേടിക്കാനുമൊക്കെ ഇക്ക വരും. ഇക്ക വീട്ടിൽ വരുമ്പോഴൊന്നും ഞാൻ അധികം വീട്ടിൽ കാണാറില്ല. ഞാൻ കോളേജിൽ നിന്ന് വന്നാൽ പിന്നെ സകല സമയവും വീട്ടിൽ കാണില്ല. കൂട്ടുകാരുമായിട്ട് കറങ്ങിയടിച്ചങ്ങനെ നടക്കും. ആ, ഇത് അജീബിക്കായുടെ മോളാണ് അല്ലയോ? അതും ചോദിച്ചുകൊണ്ട് ഞാൻ ആ കുട്ടിയെ എടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് നാദിറാത്ത അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോ ഞങ്ങളെയൊക്കെ നിനക്ക് അറിയാം ഇല്ലേ എന്നും പറഞ്ഞ് ഇത്ത ഉമ്മായെ നോക്കി. അതെങ്ങനാടി നാദിറ, അവന് കുറെ കൂട്ടുകാരുണ്ടല്ലോ, അവന് അത് മതിയല്ലോ. ഏത് നേരം നോക്കിയാലും അവൻ വീട്ടിൽ കാണില്ല. കൂട്ടുകാരുമായിട്ട് ഭയങ്കര കറക്കമാവൻ. ഓ, അവന്റെ പ്രായം ഇതല്ലയോ മാമി, അതൊക്കെ കുറച്ചുനാൾ കഴിയുമ്പോഴങ്ങ് മാറിക്കോളും ഇല്ലയോടാ. അതും പറഞ്ഞ് നാദിറാത്ത എനിക്ക് സപ്പോർട്ട് തന്നു. ആ, അതുകൊണ്ടാ ഞാനും ഒന്നും മിണ്ടാത്തത്. ബാപ്പ വരുന്നത് വരേ ഉള്ളൂ. വാപ്പ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനങ്ങ് കൂട്ടിൽ കയറും. അടുത്ത പ്രാവശ്യം അവന്റെ വാപ്പ വരുമ്പോൾ അവനും കൂടി ഒരു വിസ ശരിയാക്കാൻ നമുക്ക് പറയാം മാമി, അല്ലയോടാ ലത്തീവേ. അതും പറഞ്ഞ് നാദിറാത്ത എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അത് കൊള്ളാം, കല്യാണത്തിന് കൊണ്ടുവന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ഇപ്പോൾ തന്നെ ദുബായിലേക്ക് പറഞ്ഞു വിടുന്ന ലക്ഷണമാണല്ലോ. ഞാനിപ്പോഴെങ്ങും പോകുന്നില്ല. ഈ പ്രായത്തിലെ ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഉമ്മിച്ചായുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നടക്കട്ടെ, നിന്റെ ആഗ്രഹം നടക്കട്ടെടാ. അതും പറഞ്ഞു നിന്നപ്പോഴാണ് അകത്തുനിന്ന് മാമിയെന്ന് ആരോ വിളിച്ചത്. ഉമ്മ തിരിഞ്ഞു നോക്കി. ഒക്കത്തിരുന്ന തുമ്പിയേയും കൊണ്ട് ഉമ്മ അകത്തേക്ക് പോയി. ഉമ്മ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനും നാദിറാത്തയും മാത്രമായി. സത്യം പറഞ്ഞാൽ എന്തു പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. പുറത്തേക്ക് നോക്കി നിന്ന നാദിറാത്തയുടെ ആ സൗന്ദര്യം നോക്കി ഞാൻ വേണ്ടുവോളം ആസ്വദിച്ചു നിന്നു. പെട്ടെന്നാണ് ഇത്ത എന്നെ നോക്കിയത്. അപ്പോൾ എന്റെ നോട്ടം പുറത്തേക്കായി. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇക്ക ഇനി എന്നത്തേക്ക് വരും? ആ ചോദ്യം കേട്ട് ഇത്ത പറഞ്ഞു, ഓ, അതിന് 6 മാസമല്ലേ ആയുള്ളൂ ഇക്ക പോയിട്ട്. 2 വർഷം കൂടി ഇരുന്നല്ലേ ലീവ് കിട്ടത്തുള്ളൂ ഇക്കായ്ക്ക്. അല്ല, നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനോ? ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്നിത്ത. അതിനുശേഷം എന്താടാ നിന്റെ പ്ലാൻ? ഓ, അതോ, അതിനെക്കുറിച്ചൊന്നും ഇതുവരെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എടാ ലത്തീവേ, എന്തെങ്കിലും പഠിച്ചൊരു PSC എഴുതി ഇവിടെ ഒരു സർക്കാർ ജോലി എഴുതിയെടുക്കണം. അല്ലാതെ ഈ ഗൾഫിൽ പോയി എന്നെ പോലുള്ള പെമ്പിള്ളാരുടെ ശാപം മേടിക്കരുത്. അതെന്തോ എത്താ, എനിക്ക് മനസ്സിലായില്ലല്ലോ. എടാ, എന്നെ പോലുള്ള പെമ്പിള്ളാരെ ഇങ്ങനെ കെട്ടിയിട്ടേച്ച് ഗൾഫിൽ പോയി കിടന്നാൽ ഞങ്ങൾ എന്തോ ചെയ്യും? അതും ഈ പ്രായത്തിൽ. 2 വർഷമൊക്കെ കൂടുമ്പോൾ ഒന്ന് വന്ന് തുടങ്ങി വെക്കും. അപ്പോഴേക്കും തിരിച്ചു പോകാനുള്ള തീയതിയും ആകും. ഞങ്ങളുടെ ഒരു വിധി. നീ കെട്ടുന്ന പെണ്ണിന് അത് ഉണ്ടാകാതിരിക്കാനാ പറയുന്നത്. ഇപ്പോൾ മനസ്സിലായി ഇത്തായുടെ ഉള്ളിലിരിപ്പ്. ഞാൻ പറഞ്ഞു. ഇത്ത എന്നെ ഒന്ന് നോക്കി ചിരിച്ചു. ഇതാണ് പറ്റിയ അവസരം. ഞാൻ ഓർത്തു, ഇത്ത, എന്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഇത്ത എന്നോട് പറയാൻ മടിക്കണ്ട. ഞാൻ പറഞ്ഞു. ഇത്ത വീണ്ടും എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എല്ലാം ആ ചിരിയിലുണ്ടായിരുന്നു. നിന്റെ നമ്പരിങ്ങി താടാ, നിന്നെ ഞാൻ വിളിക്കാം എപ്പോഴെങ്കിലും, ഇത്ത പതിയെ പറഞ്ഞു. ഞാൻ നമ്പർ കൊടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഇത്തായുടെ ഒരു കോൾ. ലത്തീവേ, ഇവിടെ വരെ ഒന്ന് വരാമോ? ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടില്. പിന്നെന്താ ഇത്ത, വരാമല്ലോ. ഞാൻ ഫോൺ കട്ട് ചെയ്തു.
എന്റെ മനസ്സാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഞാൻ ബൈക്കുമെടുത്ത് അങ്ങോട്ടേക്ക് യാത്രയായി.